എന്താടാ നീ ഫോൺ എടുക്കണോ? എന്താടാ വീഡിയോ എടുക്കുന്നത്? ഇല്ല, ഞാൻ സാറിൻ്റെ സീരിയലൊക്കെ കണ്ടുണ്ട്, അങ്ങനെ ഞാൻ വീഡിയോ എടുത്തതാണ്. നീ ഉണ്ടാക്കണ്ട, മാറി കൊണ്ടുപോകും. സാർ അങ്ങനെ പറയില്ല സാറേ, ഞാൻ സാറിൻ്റെ സിനിമയിലൊക്കെ ഒരുപാട് കണ്ടു, സാറിൻ്റെ ഒരു ഫാനാണ് ഞാൻ. സാറിന് ദേഷ്യപ്പെടല്ലേ സാറേ, ഞാൻ അറിയാതെ വീഡിയോ എടുത്തതാണ്. ഞാൻ വന്നുകൊണ്ട് ആ സാറാണ് പറഞ്ഞത് വീഡിയോ എടുക്കാൻ വേണ്ടി. അയാളെ ഫോട്ടോ എടുക്കണം. ഓ, വീഡിയോ മാത്രം പോരാ സാറ്, നമുക്ക് വേണ്ടി എന്തെങ്കിലും സംസാരിക്കുകയും കൂടി വേണം. പറഞ്ഞോ. ഓ, എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, TVM മൊട്ട സ്റ്റാർ. മൊട്ട സ്റ്റാർ ആരുടെ? ഞാൻ തന്നെ. മൊട്ട സ്റ്റാർ എന്നുള്ള പേര് വെച്ചോണ്ട് എന്തിനാണ്? അല്ല, അതൊരു രസത്തിന് വേണ്ടി ഇട്ടതാണ് സാറേ. ഇതിന്റെ മുടിയുണ്ടല്ലോ, മുടിയും വളർത്തി മര്യാദയ്ക്ക് താടിയും പഠിച്ച് മര്യാദയ്ക്ക് ജീവിച്ചോളാം കേട്ടോ. ഉറപ്പായിട്ടും. മൊട്ട സ്റ്റാർ സാറിന് ഞാൻ വീഡിയോ എടുത്തത് ഇഷ്ടപ്പെട്ടില്ലല്ലോ, കുഴപ്പമില്ലല്ലോ. ഇനി മേലാലല്ലോ ചോദിക്കാം, ചോദിക്കാതെ എടുക്കൂല. ഞാൻ സാറിന് ചോദിക്കാൻ വേണ്ടി നേരത്തെ തന്നെ ഞാൻ ഇവിടെ നിന്നപ്പോൾ ഈ കുറേ നേരം കൊണ്ട് ഇവിടെ വന്ന് കറങ്ങണം. ഞാൻ സാറിന് കറങ്ങും പോലെ കറങ്ങുമില്ല. ചെമ്പനീർ പൂ സീരിയലിൽ കണ്ടു, അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ല രസമായിരുന്നു. ക്യാമറമാൻ്റെ കഴിവ് അതൊന്നുമല്ല, നല്ല നന്നായിട്ട് ഡയലോഗ് പറഞ്ഞ അടിപൊളിയായിരുന്നു. ഓ ശരി ശരി ശരി, നീ പൊക്കണ്ട, എടുത്തോണ്ട് പോടാ. ഇനി ആ കഥാപാത്രത്തിൻ്റെ പേരെന്താണെന്ന് അറിയാമോ? പറ. ആ കഥാപാത്രത്തിൻ്റെ പേര് മാധവൻ എന്തോ അല്ലേ? മാധവൻ. മഹേഷോ? അല്ലല്ല, മഹേഷോ അല്ല, കുര്യാക്കോസ് എന്നാണ്. കുര്യാക്കോസ്. ചേട്ടൻ ഇനി മറ്റേ സമിതിയിൽ അഭിനയിക്കുകയല്ലേ, നാടക സമിതിയിലൊക്കെ? സമിതി ഞാനിപ്പോൾ ദേശീയനാട് അമൃത ക്രിയേഷൻസിൽ പ്രധാന വേഷം ചെയ്യുന്നുണ്ട്. പിന്നെ അമലയുണ്ട്. ഇപ്പോൾ നമ്മളെ ഇത് ലാൽകൃഷ്ണ എന്ന് പറയുന്നത് എൻ്റെ സുഹൃത്താണ്. പുള്ളി ആദ്യം ഇങ്ങനെയൊക്കെ പറഞ്ഞത് എൻ്റെ അടുത്തുള്ള സ്നേഹം കൊണ്ടാണ് കേട്ടല്ല. ഇത് നല്ല കലാകാരനാണ്. നമ്മളെല്ലാം ഒരുമിച്ച് ഇങ്ങനെ ഒരേ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരേ ടൈമിൽ ഇങ്ങനെ ഒരേപോലെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെറിയ ചെറിയ വേഷങ്ങൾ, വക്കീലും. അപ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. നമ്മളാരും വലിയ കലാകാരന്മാരുമല്ല, എന്നാൽ ചെറിയ കലാകാരന്മാരുമല്ല. മനസ്സിലായില്ലേ? ഇവിടെ വലിയ കലാകാരന്മാർ എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു സമൂഹം എന്നും വലിയ കലാകാരന്മാരായിക്കോടണമെന്നില്ല. അതേ സമയത്ത് നമ്മുടെ ചെറിയ കലാകാരന്മാർക്ക് അവസരങ്ങൾ കൊടുത്താൽ അവർ വലിയ കലാകാരന്മാർ. മുകളിൽ ഷൂട്ട് നടക്കുകയാണ്, നമ്മളിവിടെ റെസ്റ്റ് എടുക്കുക കേട്ടോ. നമ്മളെ സീൻ ഇപ്പോൾ രണ്ട് സീന് കഴിഞ്ഞിട്ടുണ്ട്. പുള്ളി ഒരുപാട് ഈ പോലീസ് വേഷം മാത്രമല്ല, ഒരുപാട് വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. കാരണം നമ്മളെ ഇതുപോലെ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്യുന്ന ആൾക്കാർ അറിയില്ലെങ്കിലും ഒരുപാട് വേഷങ്ങൾ നാടകത്തിലൊക്കെ വില്ലൻ വേഷങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. മെയിൻ റോളാണ് ചെയ്യുന്നത്. ചെറിയ വേഷങ്ങളൊക്കെ ചെയ്യുന്ന നാട് എവിടെ ഏട്ടാ? നാട് കടയ്ക്കൽ. ഫാമിലി വൈഫ്, ഒരു മോനുണ്ട്, മോന് 6 വയസ്സായി. ഇതല്ലാതെ വേറെ എന്ത് ജോലിയാണ് ചെയ്യുന്നത്? വേറെ ഞാൻ നേരത്തെ പുറത്തായിരുന്നു, ഇപ്പോൾ ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യുന്നു. അങ്ങനെയൊക്കെ പോകുന്നു അല്ലേ? അപ്പോൾ എന്തായാലും നമ്മൾ പരിചയപ്പെട്ടതിൽ സന്തോഷം. നമ്മൾ എത്രാമത്തെ വർക്കാണിത്? ഒരുപാട് വർക്കായില്ലേ? 23ാമത്തെ. അത് തന്നെ. നമ്മൾ ഒറ്റക്കൊമ്പൻ സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ അവിടെ പിന്നെ എമ്പുരാന് പടത്തിൽ നമ്മൾ ഒരു കോമ്പിനേഷൻ സീൻ ചെയ്തിട്ടുണ്ട്. അതെ അങ്ങനെ. അപ്പം ഊണ് കഴിക്കുന്ന സമയമായിരിക്കുകയാണ് അല്ലേ? ഊണ് കഴിക്കണം. 5 മണിയല്ലേ ഉള്ളൂ. നമ്മളെ ഇതിൻ്റെ പോലീസിൻ്റെ ഡ്രൈവറാണ് പ്രശാന്ത്. അവൻ എത്തി നോക്കണം. അവന് പുള്ളിക്ക് വണ്ടിയുടെ പരിപാടി മാത്രമേ ഉള്ളൂ. അഭിനയം ഉണ്ടെങ്കിലും വണ്ടിയാണ് ഉയരി. വണ്ടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് നിന്ന് ഇറങ്ങൂല. ഫോർ ഷൂട്ടിങ് അതാകുന്നതുകൊണ്ട് അത്രേ ഉള്ളൂ. ഓക്കെ, ശരി എന്നാൽ. അപ്പോൾ നമ്മളെ ലൊക്കേഷൻ വന്നിട്ട് തിരുവനന്തപുരം ഹൗസിംഗ് ബോർഡാണ്.